ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഒരു അടിപൊളി കടലക്ക കറി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുക്കറിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാനിത് വാട്ടോ ഒന്നും ചെയ്യുന്നില്ല. ബിഗിനറായ ആൾക്കാർക്കും ബാച്ചിലേഴ്സിനെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണേ. കണ്ടാൽ മാത്രം പോരാ, ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ കടല കുതിർത്ത് വെക്കണം. അപ്പം ഞാൻ ഒരു കപ്പ് കടലയാണ് എടുക്കുന്നത്. ഒരു കപ്പേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കപ്പ് ഈ ഒരു കടലയാണ് എടുക്കുന്നത്. ഇത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് കുതിർന്ന് കിട്ടും. പച്ചവെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ എടുക്കും. ഇപ്പം നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുതിർത്ത് വെച്ചാൽ മതി. അപ്പം നമ്മളെ കടല നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതാ ഇത്രയും വലുപ്പമായിട്ടുണ്ടാവും. ഇനി ഇത് നന്നായിട്ട് ഞാനൊരു 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് കടല ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 2 ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. പച്ചമുളകും ഇടുന്നുണ്ട്. കറക്റ്റ് ഒരു ടേബിൾ സ്പൂണിന്റെ അളവിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇനി ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണിൻ്റെ പകുതി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവ് തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെയും ഞാൻ 1 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം ഞാനിത് മൂടി വെച്ചിട്ട് ഗ്യാസ് മേൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കടല വേവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4-5 വിസിലടിച്ചാൽ മതി. അതുപോലെ വിസിൽ കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് കണക്ക് പറയാൻ പറ്റൂല കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കർ വേഗം വിസിൽ വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അളവ് പറഞ്ഞത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു മിക്സി എടുത്തിട്ട് 1/2 കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് കടലയല്ല എടുത്തത്, അതുകൊണ്ട് തന്നെ 1/2 കപ്പ് തേങ്ങ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി കുക്കർ വിസിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നല്ല കളറുണ്ട് കേട്ടോ കാണേന്. അപ്പം നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കടല വെന്തൊക്കെ നോക്കാം. കടല ഞാൻ നോക്കുന്നുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ കടല. നിങ്ങൾ നോക്കിയേട്ടെ, ഞാൻ ഇതിലൊന്നും വാട്ടൊന്നും ചെയ്യാണ്ട് വെച്ചതാണ്. ആകെ ഞാനിത് വെച്ചിട്ട് വിസിലടുപ്പിക്കേ ചെയ്തിട്ടുള്ളൂ. ഇനി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയിലുള്ള ബാക്കി വന്ന തേങ്ങയും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്യാസ് ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ തൂവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കടുകും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 2 കായ് പച്ചമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി വന്നപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നിങ്ങൾ കാണുന്നില്ലേ, കളറും വന്നിട്ടുണ്ട്. ഇതിൽ മുളക് പൊടിയെല്ലാം കൂടിപ്പോയി കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല. നമ്മൾ തേങ്ങ ഒഴിച്ചിട്ട് മേക്കപ്പാക്കി എടുക്കും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കടലക്കറി ആർക്കും ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരു നേരത്തേക്കുള്ളതാണ് കേട്ടോ. നിങ്ങൾ കണ്ടിക്കില്ലേ, ആ കുക്കറിൽ അത്രയും കറിയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു നേരത്തേക്ക് നമുക്ക് സുഖമായിട്ട് കഴിക്കാം. പുട്ടിന് ഞാൻ ഇന്ന് ഇടിയപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുട്ടിന് ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പിന്നീട് ഇടാവുന്നതാണ്. കമൻറ്റ് ചെയ്താൽ മതി. ഈസി ആയിട്ട് ഞാൻ ആമീസ് പൊടി കൊണ്ട് കുഴച്ചിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മക്കൾക്ക് ഇന്ന് ടിഫിൻ ബോക്സ് കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ടൻ ചായയിലിട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യമല്ല ഞാൻ വായിലാണ് ഇടിയപ്പം ഉണ്ടാക്കൽ. നമ്മൾ നൂൽപ്പിട്ടെന്നാണ് പറയുക. പക്ഷേ മക്കൾ സ്കൂൾ പോക്ക് തുടങ്ങിയതിന് ശേഷം ഞാൻ ഇഡ്ലി ചെമ്പിലാണ് ഉണ്ടാക്കി കൊടുക്കൽ.
കൊടുക്കൽ. പിന്നെ ഞാൻ ഈ ഒരു കടലക്ക കറിയിൽ മുട്ട പുഴുങ്ങിയിട്ടും ഇട്ട് കൊടുക്കും കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ കഴിക്കുമ്പം നല്ല രസമായിരിക്കും. ഞാൻ ഇതിൽ മുന്നേ എല്ലാം ചെറുപയർ കറീൻ്റെ വീഡിയോ ഇട്ടിനും അതിലും ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് ഇട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കറീൻ്റെ ഒപ്പരെല്ലാം മുട്ട പുഴുങ്ങി കഴിക്കാൻ മക്കൾക്ക് മാത്രമല്ല എനിക്കും ഹസ്ബൻഡിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും ഈസി ആയിട്ട് കള്ളക്കറി ഉണ്ടോയെന്ന് ഞാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ അടിച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ കറി ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പം ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.